ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും സ്വന്തമായി കെട്ടിപ്പൊക്കിയ വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കുന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ അമൃത നായർ. അടുത്തിടെയായിരുന്നു താരത്തിന്റെ വീടിന്റെ പാലുകാച്ചൽ. അച്ഛന് ഉപേക്ഷിച്ചു പോയ ശേഷം അമ്മയ്ക്കും അനിയത്തിനും താങ്ങും തണലുമായത് അമൃത തന്നെയാണ്. വാടക വീടായിരുന്നു അമൃതയും കുടുംബവും താമസിച്ചിരുന്നത്. 25 വർഷങ്ങളായി സ്വന്തമായി വീടെന്ന ആഗ്രഹം താരം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോഴത്തെ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആഗ്രഹം എന്ന വീട് പൂർത്തിയാക്കിയതിന് പിന്നാലെ കഷ്ടപ്പാടുകളെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അമൃത. 10-24 വർഷങ്ങളായിരുന്ന എൻ്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു വീട്. വീടിന്റെ ഡിസൈൻ അടക്കം എല്ലാം എൻ്റെ ഐഡിയയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന് തുടങ്ങിയിട്ട് 21 വർഷമായി. ഇന്റീരിയർ ഉൾപ്പെടെ 35 ലക്ഷം രൂപയാണ് വീടിന് വേണ്ടി ചിലവാക്കിയത്. വീടിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും കോൺക്രീറ്റ് ചെയ്തതും എല്ലാം എൻ്റെ തന്നെയാണ്. 3D എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് വീട് പണിതിരിക്കുന്നതും. 1300 സ്ക്വയർ ഫീറ്റാണ് വീട്. ഞങ്ങളുടെ സ്ഥലത്ത് നീളമില്ല, വീതിയാണുള്ളത്. ആ ഒരു പരിമിതിയിൽ നിന്നാണ് വീട് പണിതത്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ വീടിനില്ല. ഓപ്പൺ കിച്ചണാണ് അപ്പോൾ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. കഞ്ഞിമൂല അടക്കം എല്ലാം നോക്കിയാണ് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിവസവും ഗസ്റ്റുകളൊന്നുമില്ല, ചെറിയ ഡൈനിങ് ടേബിൾ വാങ്ങി വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വളരെ അത്യാവശ്യമാണ് റൂമിനൊപ്പം ബാത്റൂമുകൾ. ജനലുകൾ എല്ലാം സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. റൂമിന് ഒരുപാട് ലൈറ്റുകൾ വേണമെന്ന് നിർബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നു. ആ സജഷൻ മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. 3 ബെഡ്റൂമിൽ ഏറ്റവും വലുത് എൻ്റേതാണ്. ഇത്രയും നാൾ ഞങ്ങൾ വാടക മുറിയിലാണ് മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കയിടത്തും നല്ല കർട്ടനോ വെളിച്ചമോ സൗകര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു വീട് വയ്ക്കുമ്പോൾ അത്യാവശ്യം വലുപ്പം റൂമിന് വേണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുറിയിൽ ഞാൻ ചില ജിപ്സം വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട്. വാർഡ്രോബിനും ഞാനത് ചെയ്തു. വീടടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ നിന്നും വാങ്ങിയതാണ്. എൻ്റെ മുറിയോട് ചേർന്നാണ് ബാക്കിയുള്ളതെല്ലാം. ഇപ്പോൾ എനിക്ക് ഒരു വീട് എങ്ങനെ വെക്കണമെന്നെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എവിടെയൊക്കെ ചുരുക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി എങ്ങനെ പർച്ചേസ് ചെയ്യണം, എല്ലാം വ്യക്തമായി അറിയാം. ഡോറടക്കം വീടിന് വേണ്ട സകല സാമാനവും വാങ്ങിയതും ഞാൻ തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. 29 വയസ്സായി. കുടുംബവുമായി സെറ്റിലാവാൻ സമയമായി. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അവതാരക ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് സൂചന നൽകും പോലെ അമൃത ചിരിച്ചു. സീരിയൽ അഭിനയം മാത്രമല്ല, മോഡലിംഗ്, ആക്ടിംഗ് എല്ലായിടത്തും അമൃത നായർ സജീവം തന്നെയാണ്. അമൃത നായരുടെ വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. നിങ്ങൾക്ക് അമൃത നായർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.